വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് ഗ്ലോബൽ വില്ലേജിലേക്കാണ്. ഈ സീസൺ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നത്. ഒരു മാറ്റമില്ല, അങ്ങനെ തന്നെയുണ്ട് ഗൈസ്. എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിനോ ഇവിടെ താജ്മഹൽ ഉണ്ടല്ലോ. എല്ലാം ഉണ്ട് സാർ, അതൊക്കെ തന്നെ. മൊമോസ് ഉണ്ട് ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്തിരിക്കുകയാണ്. എന്ത് രസാ ലൈറ്റ് എന്നറിയാം. നോക്ക്, നമ്മളെ ഫസ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഈ മുസൽസ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. സാധനം എന്നാ പറയണ്ടേ. ഇവിടേക്ക് കയറിയിട്ട് എനിക്കൊന്നൊരു 1 hourന്റെ അടുത്ത് ആയിട്ടുണ്ടാവും. ഇപ്പോഴേ ഓരോന്നൊക്കെ കഴിച്ചിട്ട് വയറ് ഫുള്ളായിട്ടിരിക്കുകയാണ്. നമ്മൾ പിന്നെ കുറേ പവലിയൻസിലൊക്കെ കയറി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് ഇങ്ങനെ ഓരോ സാധനങ്ങൾ നോക്കുകയൊക്കെ ആയിരുന്നു. പിന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചില പവലിയൻസിലാണെങ്കിൽ ഇങ്ങനെ അവരുടെ കൾച്ചറൽ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഗ്ലോബൽ വില്ലേജ് ഒരു മെയിൻലി ഒരു ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ ആണെങ്കിലും ഞാൻ അങ്ങനെ ഷോപ്പ് ചെയ്യാറൊന്നും ഉണ്ടായിരുന്നില്ല. ഭക്ഷണം ഇവിടുന്ന് നല്ലോണം കഴിക്കുമെങ്കിലും അപ്പോൾ ഈ പ്രാവശ്യം കൊറിയൻ പവലിയനിൽ എനിക്ക് നല്ല വീട്ടിൽ നിന്ന് ഇടാൻ പറ്റുന്ന കുറച്ച് ഔട്ട്ഫിറ്റ്സ് കിട്ടി, ഭയങ്കര ഫ്ലോയി ആയിട്ടുള്ള. അപ്പോൾ അത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ ഒരു ഐറ്റം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഗ്ലോബൽ വില്ലേജിൽ വന്നത് തന്നെ. ഞാൻ കുറച്ച് ദിവസം മുന്നേ ഇങ്ങനെ പറയായിരുന്നു എനിക്ക് ഗ്ലോബൽ വില്ലേജിൽ പോയിട്ട് ഇത് കഴിക്കണം എന്നുള്ളത്. ടർക്കി പവലിയനിൽ ബക്ലാവ വിത്ത് ഐസ്ക്രീമാണ്. ആരെങ്കിലും ഗ്ലോബൽ വില്ലേജ് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതെന്തായാലും ട്രൈ ചെയ്യണം. ഒരു അടിപൊളി ഐറ്റമാണ്, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അധികം ഒന്നും ഇവിടുന്ന് ഇപ്രാവശ്യം കഴിക്കാതെ ഞാൻ ഈ ഒരു ഐറ്റം കഴിക്കാൻ വേണ്ടിയിട്ട് വയറിലിങ്ങനെ സ്പേസ് ഇങ്ങനെ സേവ് ചെയ്ത് വെച്ചതായിരുന്നു. ടു ബി ഓണസ്റ്റ്, കഴിഞ്ഞൊരു 10-15 വർഷമായിട്ട് ഗ്ലോബൽ വില്ലേജ് വിസിറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്ക് പ്രത്യേകിച്ച് അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്യണം അങ്ങനത്തെ സംഭവമൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ ആ ഒരു മൈൻഡൊക്കെ ചെറുതായിട്ട് മാറി വരുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഒരു മൂവിക്ക് പോകാമെന്ന് പെട്ടെന്നൊരു പ്ലാൻ ഇട്ടു. സൂക്ഷ്മദർശിനിയാണ് കാണാൻ പോകുന്നത്. ഈ സെയിം ഡേ ആയിരുന്നു റിലീസ് ഉണ്ടായിരുന്നത്. നമ്മൾ കുറേ തിയേറ്ററിൽ നോക്കി, എല്ലായിടത്തിലും ടിക്കറ്റ് ഓൾമോസ്റ്റ് ഫുള്ളായിരുന്നു. എനിക്ക് ഇവിടുത്തെ ലിഫ്റ്റ് ഭയങ്കര ഇഷ്ടമായി ഗൈസ്. നമ്മളിപ്പം ഡ്രാഗൺ മാർട്ടിൽ വന്നതാണ്. നമ്മൾ നസ്രിയുടെ പുതിയ ഇറങ്ങിയ സിനിമയില്ലേ, അത് കാണാൻ പോവാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഗൈസ്. അപ്പം നമ്മൾ സൂക്ഷ്മകാന്തം സൂക്ഷ്മ മന്ദാർഷിനി മന്ദർഷിനിയോ സൂക്ഷ്മദർശിനി കാണാൻ വേണ്ടിട്ട് വന്നിരിക്കുകയാണ്. കാല് വയ്യ നടന്ന് ഒരു വിത്തായിട്ടുണ്ട്. സിനിമയൊക്കെ കണ്ടിറങ്ങി. എനിക്ക് നല്ലോണം ഇഷ്ടമായി കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ സിനിമകൾ ഭയങ്കര ഇഷ്ടം. അവർ കണ്ടുപിടിക്കുന്നവർ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ കാണാൻ എന്തായാലും പോയിട്ട് കാണുക. എല്ലാവർക്കും ഇഷ്ടമായില്ലേ? കാരണം ഇതിന്റെ ട്രെയിലർ കണ്ടപ്പോഴേ ഞങ്ങൾക്ക് ഇത് കാണണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നേ. സാധാരണ ഇപ്പോഴത്തെ സിനിമകളിലൊന്നും ഈ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് അങ്ങനെ ഒന്നും എക്സൈറ്റ് ചെയ്യിപ്പിക്കാറില്ല. പക്ഷെ ഇത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇന്നലെ സിനിമയും കണ്ടു വന്ന് കിടന്ന് ഉറങ്ങി, പോത്ത് പോലെ കിടന്നുറങ്ങി എന്ന് പറയാലോ. അത്രയും ടയേർഡായിരുന്നു. അപ്പോൾ എനിക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നും കൂടെ നിങ്ങളെ വ്ളോഗ് ചെയ്യാന്നുള്ളത്, നിങ്ങളെ കാണിച്ചു തരാം എൻ്റെ ഇന്നത്തെ ദിവസം എങ്ങനെയാണ് പോകുന്നതെന്നുള്ളത്. അപ്പോൾ പ്രത്യേകിച്ച് പരിപാടീസ് ഒന്നും ഇല്ലാത്തൊരു ദിവസമാണ്. അപ്പോൾ ഇപ്പോൾ ഒരു 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. എനിക്ക് നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു. അപ്പം പെട്ടെന്ന് നമ്മളെ ഗ്രോസറി സ്റ്റോറിൽ വിളിച്ച് പറഞ്ഞിട്ട് ദോശമാവും തക്കാളിയും വാങ്ങിച്ചിട്ടുണ്ട്. വീട്ടിലാണെങ്കിൽ ഒരു സാധനമില്ലായിരുന്നു. അപ്പം എൻ്റെ സ്ഥിരം ദോശയും തക്കാളി ചട്നിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സോ ഞാനിതാ ഇവിടെ ചട്നി ഉണ്ടാക്കി ഓൾറെഡി വെച്ചിട്ടുണ്ട്.
മുട്ട പുഴുങ്ങാനിട്ടിട്ടുണ്ട്. ഇനി ദോശമാവ് ഞാൻ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ദോശ ചുടാം. തക്കാളി ഞാനിങ്ങനെ അരയ്ക്കാതെ ജസ്റ്റ് വഴറ്റിയിട്ട് ഒരു ചട്നി പോലെ ആക്കിയതാണ് ഇന്ന്. അർജു ഇതാ കഴിക്കുകയാണ്. എങ്ങനെയുണ്ട് അർജു? ഞാൻ കുറേ ദിവസത്തിന് ശേഷമല്ലേ ഉണ്ടാക്കുന്നത്. അപ്പം എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാ അവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിനി പോയിട്ട് കഴിക്കട്ടെ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പം പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു. അപ്പം കുറേ ഷോപ്പിലും കാര്യങ്ങളൊക്കെ കയറി ഇറങ്ങി ഇപ്പം നമ്മൾ ഹോം സെൻറ്ററിൽ കൂടി ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അവിടെ നിന്ന് കുറച്ച് സാധനം നോക്കാനുണ്ട്. എത്ര പെട്ടെന്ന് ആ സമയം പോകുന്നത്. 3 മണിയായി ഗൈസ്. നമ്മളിതാ തിരിച്ച് വീട്ടിലേക്ക് പോവാണിപ്പം. വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴേക്കും ടെമൂന്ന് വന്നിട്ടുണ്ടായിരുന്ന കുറച്ച് പ്രൊഡക്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ അൺബോക്സ് ചെയ്തു. അതിനുശേഷം കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് പുറത്ത് പോകാനുണ്ട്. നമുക്ക് ഡങ്കിൻ ഡോണറ്റിൽ പോയിട്ട് അവരെ ക്രിസ്മസ് കളക്ഷൻസ് ഒന്ന് ചെക്കൗട്ട് ചെയ്യാനുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിനും കൂടിയാണ് നമ്മളീ പോകുന്നത്. ഡങ്കിൻ ഇറങ്ങി നമ്മൾ ദുബായിൽ നിന്ന് തിരിച്ച് ഷാർജയിലേക്ക് വരുന്ന വഴിക്ക് മുവയിലുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് സാജ മുന്നേ ഒരു സാലഡ് കഴിച്ചിട്ട് കുറച്ച് ദിവസമായി അവൻ എൻ്റെ അടുത്ത് പറയുന്നത് ഇവിടുന്ന് നീ ഇത് കഴിച്ചു നോക്ക് നല്ലതാണെന്നൊക്കെ. അപ്പം നമ്മൾ അവിടെ പോയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ തിരിച്ചൊരു നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. ഇത് കുറേ ദിവസം മുന്നേ എടുത്തു വെച്ച വീഡിയോ ആണ്. ഇപ്പോഴാണ് എനിക്ക് വോയിസ് ഓവർ ചെയ്യാൻ ടൈം കിട്ടിയത്.